Today we will discuss about orthogonal matrix. A square matrix A is said to be orthogonal if A inverse equal to A transpose. Thus, a square matrix A is orthogonal if and only if A into A transpose equal to A transpose A equal to I. എന്ന് വെച്ചാൽ നമുക്കൊരു സ്ക്വയർ മെട്രിക്സ് എന്ന് പറഞ്ഞ ഒരു സ്ക്വയർ മെട്രിക്സ് എടുക്കുക, അത് ഓർത്തോഗണൽ ആവണമെങ്കിൽ എ ഇൻവേഴ്സ് എന്ന് പറയുന്നതും എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. അപ്പൊ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കൽ ബുദ്ധിമുട്ടാണ് അല്ലേ? എ ഇൻവേഴ്സും കണ്ടുപിടിക്കുക, എ ട്രാൻസ്പോസും കണ്ടുപിടിച്ച് ചെക്ക് ചെയ്യുന്നതിലും നമുക്ക് അതിനെ വേറൊരു രീതിയിലും പറയാം. ഒരു സ്ക്വയർ മെട്രിക്സ് ഓർത്തോഗണൽ ആവണമെങ്കിൽ ഒരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് നമുക്ക് അറിയുമെങ്കിൽ എങ്ങനെ എഴുതായിരുന്നു? എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഐഡന്റിറ്റിയാണ്, വിച്ച് ഈസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് എ എന്ന് പറഞ്ഞ് എഴുതായിരുന്നു അല്ലെ? അപ്പൊ ഇവിടെ എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞ എ ട്രാൻസ്പോസ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഐ ആയിരിക്കും. അതുപോലെ എ ട്രാൻസ്പോസ് എ എന്ന് പറയുന്നതും ഐ ആയിരിക്കും. അപ്പൊ നമുക്ക് ഒരു മെട്രിക്സിനെ ഓർത്തോഗണൽ മെട്രിക്സ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഇത് ചെക്ക് ചെയ്താൽ മതി. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു A transpose into A equal to I. For example, നമുക്കൊരു മെട്രിക്സ് എടുക്കാം. എ എന്ന് പറഞ്ഞ മെട്രിക്സ് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് വിചാരിക്കാം. അത് ഓർത്തോഗണൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതിനെന്ത് ചെയ്യണം? എ ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കണം. അതുപോലെ എ ട്രാൻസ്പോസ് ഇൻറ്റു എയും കണ്ടുപിടിക്കണം. അപ്പൊ എ ഇൻറ്റു എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പോവാ. എ എന്ന് പറഞ്ഞത് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു എന്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. അതിന് ട്രാൻസ്പോസ് എഴുതി. ഇനി ഇതിന്റെ പ്രൊഡക്റ്റ് കാണാം. എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. അടുത്തത് മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ ഒന്ന് മൈനസ് ഒന്ന് പ്ലസും ആണ്, അവിടെ 0 വരും. ഇനി അടുത്തത് മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ സൈൻ തീറ്റ. ഒന്ന് മൈനസ് ഒന്ന് പ്ലസും, അതും 0 ആയി. അടുത്തത് നോക്കുക, മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇതാണ് നമ്മുടെ മെട്രിക്സ്. കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ എന്താ? 1 ആണ്. 0 0 1. അപ്പൊ നമുക്കത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ് കിട്ടി. എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഐഡന്റിറ്റി ആണ് കിട്ടി. ഇനി എ ട്രാൻസ്പോസ് ഇൻറ്റു എ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ ട്രാൻസ്പോസ് ഇൻറ്റു എ. മെട്രിക്സിന്റെ കേസിൽ അത് എപ്പോഴും ഈക്വൽ ആവണമെന്നില്ല കേട്ടോ. ഒരെണ്ണം കണ്ടു കഴിഞ്ഞാൽ മറ്റേത് കണ്ടില്ലെങ്കിലും പ്രശ്നമില്ലാന്ന് വിചാരിക്കരുത്. ഇത് രണ്ടും മെട്രിക്സിന്റെ കേസിൽ എപ്പോഴും ഈക്വൽ ആകത്തില്ല. അപ്പൊ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ ഇൻറ്റു എ എന്ന് പറയുന്നത് കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. മൾട്ടിപ്ലൈ ചെയ്യുക. കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. കോസ് തീറ്റ ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ ഇൻറ്റു കോസ് തീറ്റ. അപ്പോൾ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് ആവും അല്ലേ? കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, അത് 0. അടുത്ത സൈൻ തീറ്റ കോസ് തീറ്റ പ്ലസ് കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ. അപ്പൊ എന്ത് വരും? സൈൻ തീറ്റ കോസ് തീറ്റ മൈനസ് കോസ് തീറ്റ സൈൻ തീറ്റ, അവിടെയും 0 ആവും.
അടുത്തത് സൈൻ തീറ്റ സൈൻ തീറ്റ. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ. ഇതിൻ്റെ വാല്യൂ എന്താ? കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 0 0 1. അപ്പോൾ അതൊന്നും എ ട്രാൻസ്പോസ് എന്ന് പറയുന്നതും ഐഡന്റിറ്റി മെട്രിക്സാണ്. അപ്പം അതിൽ നമുക്ക് എന്ത് പറയാം? എ ട്രാൻസ്പോസ് therefore A into A transpose equal to A transpose A equal to I എന്ന് എഴുതാം. ആൻഡ് hence A transpose equal to A inverse എന്നും കൂടെ എഴുതാം അല്ലേ? A transpose എന്ന് പറയുന്നത് A inverse. Hence A transpose equal to A inverse. So A is orthogonal. ഏത് വാല്യൂ ആയാലും ഏത് തീറ്റ ആയാലും അല്ലെ, ഇവിടുത്തെ കോസ് തീറ്റ സൈൻ തീറ്റന്റെ തീറ്റ ഏതായാലും എന്ന് പറയുന്നത് ഓർത്തോഗണലാണെന്ന് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ മെട്രിക്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡയറക്റ്റ് ചെയ്ത് നോക്കാം. ഓർത്തോഗണലാന്ന് നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കാം. ഇനി ഇതിന് ബേസ് ഓർത്തോഗണൽ മെട്രിക്സിന്റെ ക്രൈറ്റീരിയ പറയാൻ വേണ്ടി ഒരു തിയറം ഉണ്ട്. അപ്പൊ ആ തിയർ എന്താ നമുക്ക് നോക്കാം. അപ്പോൾ തിയറത്തിൽ നമ്മൾ പറയുന്നത് ക്രൈറ്റീരിയ ഫോർ ആൻ ഓർത്തോഗണൽ മെട്രിക്സ് ആണ്. ഓർത്തോഗണൽ മെട്രിക്സ് ആവാനുള്ള ക്രൈറ്റീരിയ ആണ്. അപ്പൊ തിയറത്തിൽ പറയുന്ന വേറൊരു മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ഒരു മെട്രിക്സ് എ ഓർത്തോഗണൽ ആണെന്ന് നമ്മൾ എങ്ങനെ നോക്കും, അതിനുള്ള ക്രൈറ്റീരിയ ആണ് ഇതിൽ തിയറത്തിൽ പറയുന്നത്. അപ്പോൾ തിയറി ഇതാണ്: ആൻ n by n matrix A is orthogonal if and only if its column vectors x1 x2 etc xn form an orthonormal set. ഓർത്തോനോർമൽ സെറ്റ് എന്താണെന്നറിയാലോ? എന്താ? വെക്ടേഴ്സ്, കുറച്ച് വെക്ടേഴ്സ് ഉണ്ട്, അത് ഓർത്തോനോർമലാന്ന് അറിയണമെങ്കിൽ ആ വെക്ടറുകൾ തമ്മിൽ മ്യൂച്വലി ഓർത്തോഗണൽ ആണ് അല്ലെ? അത് രണ്ട് വ്യത്യസ്ത വെക്ടേഴ്സ് എടുക്കുമ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് 0 കിട്ടണം. പിന്നെ അങ്ങനെയാണെങ്കിൽ ഓർത്തോഗണൽ എന്നേ പറയുള്ളൂ. ഓർത്തോനോർമൽ ആവണമെങ്കിൽ അതിന്റെ ഓരോ വെക്ടറിന്റെയും നോം 1 ആവണം. ആ രണ്ട് കണ്ടീഷനും കൂടെ സാറ്റിസ്ഫൈ ചെയ്യുന്നതാണ് ഓർത്തോനോർമൽ സെറ്റ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നത്തെ വെക്ടർ സ്പേസിൽ നമ്മളത് പഠിച്ചിരുന്നു. അപ്പൊ ആ കണ്ടീഷനാണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ മെട്രിക്സിന്റെ ഓരോ കോളത്തെ ഓരോ കോളം വെക്ടർ ആയിട്ട് എടുത്തു അല്ലെ? ഓരോ കോളം ഓരോ x1, ഫസ്റ്റ് കോളം x1, സെക്കൻഡ് കോളം x2, അങ്ങനെ ഓരോ കോളം വെക്ടേഴ്സ് എടുത്തു. ആ വെക്ടറുകൾ ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നുണ്ടോ എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. അത് ചെക്ക് ചെയ്താൽ നമുക്ക് പറയാം മെട്രിക്സ് എ എന്ന് പറയുന്നത് ഓർത്തോഗണൽ ആണ്. അപ്പൊ അങ്ങനെ ചെക്ക് ചെയ്താൽ മതി. നമ്മൾ മുന്നേ ചെയ്ത പോലെ എ ട്രാൻസ്പോസും എ കണ്ട് രണ്ടിന്റെയും മൾട്ടിപ്ലിക്കേഷൻ ഒന്നും ചെയ്യേണ്ട വരില്ല. ഇവിടെ ഇങ്ങനെ എന്താ കോളം വെക്ടേഴ്സ് കണ്ടുപിടിച്ച് അത് ഓർത്തോഗണൽ സെറ്റ് ഫോം ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഒരു മെട്രിക്സിന്റെ കേസിൽ ഇത് ശരിയാണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മുടെ പ്രോബ്ലം ഇതാണ്: ഷോ ദാറ്റ് ദ ഫോളോവിങ് മെട്രിക്സ് ഈസ് ഓർത്തോഗണൽ. മെട്രിക്സ് ഇതാണ്: A equal to 1/3 2/3 -2/3 -2/3 2/3 1/3 2/3 1/3 2/3. അപ്പോൾ ഈ മെട്രിക്സ് ഓർത്തോഗണൽ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? മുന്നേ പഠിച്ച തിയറം വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇതിനെ കോളം വെക്ടേഴ്സ് എടുക്കാം. കോളം വെക്ടേഴ്സ് 3 കോളം വെക്ടേഴ്സ് ഉണ്ടാവും. അപ്പോൾ കോളം വെക്ടേഴ്സ് എടുത്തിട്ട് അത് ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ the column vectors x1 x2 column vectors x1 x2 and x3 of A എന്ന് പറയുന്നത് എന്താ? ഫസ്റ്റ് കോളം വെക്ടർ x1 എന്ന് പറയുന്നത് ഈ കോളം 1/3 -2/3 2/3. അടുത്ത x2 എന്ന് പറയുന്നത് 2/3 2/3 1/3. x3 എന്ന് പറയുന്നത് -2/3 1/3 2/3. 3 വെക്ടേഴ്സ് എഴുതി. അപ്പോൾ ഇത് ഓർത്തോ നോർമൽ ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഓർത്തോ നോർമൽ ആണെന്ന് ചെക്ക് ചെയ്യണം. ആദ്യം എന്ത് ചെയ്യണം?
ഈ വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് ചെക്ക് ചെയ്യണം, പിന്നെ നോർമ് 1 ആണെന്നും കാണണം. അപ്പോൾ ഓർത്തോഗണൽ മ്യൂച്വലി ഓർത്തോഗണൽ ആണോ നോക്കണം അല്ലേ. അപ്പോൾ മ്യൂച്വലി ഓർത്തോഗണൽ ആണെന്ന് നോക്കാം. ഫസ്റ്റ് 2 വെക്ടർ തമ്മിൽ എടുക്കുക, പിന്നെ അടുത്ത 2 വെക്ടർ, പിന്നെ അപ്പോൾ 3 കേസ് ഉണ്ടാവും ചെക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ വെക്ടർ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് നമ്മൾ x1 ഡോട്ട് x2 എടുക്കാം. മെട്രിക്സിന്റെ കേസ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ എഴുതാം? x1 ട്രാൻസ്പോസ് x2 അല്ലേ. അപ്പൊ ഇതിന്റെ ട്രാൻസ്പോസ് എന്താ? 1/3 മൈനസ് 2/3 2/3 ഇൻറ്റു x2 എന്ന് പറഞ്ഞത് 2/3 2/3 1/3. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാം. 1/3 ഇൻറ്റു 2/3 വരും 2/9 മൈനസ് 2/3 ഇൻറ്റു പ്ലസ് 2/3 മൈനസ് 4/9 2/3 ഇൻറ്റു 1/3 പ്ലസ് 2/9 എന്ത് കിട്ടും? 2 മൈനസ് 4 മൈനസ് 2 മൈനസ് 2 പ്ലസ് 2 0 കിട്ടിയല്ലോ. ഇനി അടുത്ത ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നത് x1 ഡോട്ട് x3 എന്ന് വെച്ചാൽ x1 ട്രാൻസ്പോസ് x3. അപ്പോൾ x1 ട്രാൻസ്പോസ് എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ തൊട്ട് മുന്നേ ചെയ്യുന്നതാണ്. 1/3 മൈനസ് 2/3 2/3 ഇൻറ്റു x3 എന്ന് പറയുന്നത് മൈനസ് 2/3 1/3 2/3. ഇത് മൾട്ടിപ്ലൈ ചെയ്യുക. 1/3 ഇൻറ്റു മൈനസ് 2/3 മൈനസ് 2/9. ഇവിടെ മൈനസ് 2/3 ഇൻറ്റു 1/3 മൈനസ് 2/9. ഇവിടെ പ്ലസ് 2/3 ഇൻറ്റു 2/3 പ്ലസ് 4/9. അപ്പം ഇത് ആഡ് ചെയ്താലും 0 കിട്ടി. ഇനി അടുത്തത് 2 വെക്ടേഴ്സ് x2 ഡോട്ട് x3 ചെയ്തിട്ടില്ല അല്ലേ. ഡോട്ട് പ്രൊഡക്റ്റ് x2 ഡോട്ട് x3യും x3 ഡോട്ട് x2വും സെയിം ആണ്. അത് അറിയാവുന്നതുകൊണ്ടാണ് നമ്മളിത് പിന്നെ ചെയ്യാത്തത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ x2 ട്രാൻസ്പോസ് x3. ഇപ്പം x2 ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ 2/3 2/3 1/3. x3 എന്ന് പറയുന്നത് മൈനസ് 2/3 1/3 2/3. ഇതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുക. 2/3 ഇൻറ്റു മൈനസ് 2/3 മൈനസ് 4/9 2/3 ഇൻറ്റു 1/3 പ്ലസ് 2/9 1/3 ഇൻറ്റു 2/3 പ്ലസ് 2/9. ഇതും 0 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഹെൻസ് x1 x2 ആൻഡ് x3 ആർ ഓർത്തോഗണൽ എന്ന് പറയാം. ഓർത്തോഗണൽ ആണ് അല്ലേ. ഇവിടെ നമുക്ക് മെട്രിക്സ് ഓർത്തോഗണൽ എന്നല്ല നമുക്ക് കിട്ടിയത്, ഈ വെക്ടേഴ്സ് ഓർത്തോഗണലിനാണ് കിട്ടിയത്. ഇത് വെച്ച് അവസാനിപ്പിക്കരുത്. ഈ വെക്ടേഴ്സിന്റെ നോമോളെ കണ്ട് അത് ഓർത്തോനോർമൽ ആയാൽ മെട്രിക്സ് ഓർത്തോഗണൽ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എന്ത് ചെയ്യണം? x1 x2 x3ന്റെ നോമുകൾ കാണാം അല്ലെ. ഓൾസോ നോം ഓഫ് x1 എന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് ഓഫ് x1 ട്രാൻസ്പോസ് ഇൻറ്റു x1 ഡോട്ട് x1 അല്ലേ. അപ്പോൾ 1/3 ഹോൾ സ്ക്വയർ പ്ലസ് മൈനസ് 2/3 ഹോൾ സ്ക്വയർ. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇവിടെ കണ്ടെഴുതിയാലും മതി. റൂട്ട് ഓഫ് 1/3 ഹോൾ സ്ക്വയർ 1/9 മൈനസ് 2/3 ഹോൾ സ്ക്വയർ 4/9 പ്ലസ് 2/3 ഹോൾ സ്ക്വയർ 4/9. ആൻസർ എന്ത് വരും? ഇവിടെ റൂട്ട് 1 പ്ലസ് 4 പ്ലസ് 4 എന്ത് വരും? 9 അല്ലേ. 9/9ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ 9/9 എന്ന് പറഞ്ഞാൽ 1 കിട്ടി. ഇനി അടുത്ത നോം ഓഫ് x2.
റൂട്ട് x2 ട്രാൻസ്പോസ് ഇൻറ്റു x2 എന്ത് വരും? റൂട്ട് ഓഫ് x2 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് 2/3 സ്ക്വയർ 4/9 2/3 സ്ക്വയർ അതും 4/9 1/3 സ്ക്വയർ 1/9 ഇതാഡ് ചെയ്താൽ എന്തരാ 9/9 റൂട്ട് 9/9 എന്ന് പറഞ്ഞാൽ 1. ഇനി മോഡ് x3 ക്യാപിറ്റൽ ആണ് കേട്ടോ, നമ്മളങ്ങനെ അല്ല എടുത്തേ. അപ്പം x3 എന്ന് പറയുന്നത് നോം x3 റൂട്ട് x3 ട്രാൻസ്പോസ് x3 റൂട്ട് -2/3 ഹോൾ സ്ക്വയർ 4/9 1/3 ഹോൾ സ്ക്വയർ 1/9 2/3 ഹോൾ സ്ക്വയർ 4/9 ഇതും സെയിം തന്നെയാണ്. ആൻസർ 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? The column vectors x1, x2 and x3 are orthogonal and norm equal to 1 അല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? ആർ ഓർത്തോ നോർമൽ എന്ന് കിട്ടും. അപ്പം അതുകൊണ്ട് എന്ത് പറയാം? Therefore the given matrix is orthogonal. Matrix orthogonal ആയി. ഈ വെക്ടേഴ്സ് ഓർത്തോനോർമൽ ആയതുകൊണ്ട് മെട്രിക്സ് ഓർത്തോഗണൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ തിയറം വെച്ചിട്ട് ചെക്ക് ചെയ്യുന്നതാണ് ഇതിലും എളുപ്പം എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതാണ് തിയറം പറയുന്നത്. വെക്ടറിൻ്റെ കേസിൽ നമുക്കറിയായിരുന്നു ഒരു മെട്രിക്സ് ഓർത്തോഗണലാന്ന് പറയണമെങ്കിൽ അതിൻ്റെ കോളം വെക്ടേഴ്സ് ഓർത്തോനോർമൽ സെറ്റ് ഫോം ചെയ്യണം. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ഇഫ് A and B are enrolled orthogonal matrices, then both AB and BA are orthogonal. ഇപ്പോൾ തന്നിരിക്കുന്നത് A എന്ന് പറയുന്ന മെട്രിക്സും B എന്ന് പറയുന്ന മെട്രിക്സും രണ്ടും n/n മെട്രിക്സ് ആണ്. അത് രണ്ടും ഓർത്തോഗണൽ മെട്രിക്സസ് ആണ്. അങ്ങനെയാണ് എയും ബിയും ഓർത്തോഗണലാണ്. അങ്ങനെയാണെങ്കിൽ ബി എയും എയും മെട്രിക്സസ് ആണല്ലോ. അപ്പോൾ ആ മെട്രിക്സും ഓർത്തോഗണൽ ആയിരിക്കുന്നു പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അല്ലേ? അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ കാണാം? അപ്പം ഇതൊന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം ആദ്യം നമുക്ക് എ ഓർത്തോഗണൽ ആണെന്നറിയാം അല്ലേ? ഷോ ദാറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതിയാണ്. ഷോ ദാറ്റ് if A and B are enrolled orthogonal matrices, then both AB and BA are orthogonal. അപ്പോൾ since A and B are orthogonal ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? നമ്മൾ അതിൻ്റെ ഡെഫിനിഷനായി യൂസ് ചെയ്യുന്നത് എ ഓർത്തോഗണൽ ആയതുകൊണ്ട് എ ഇൻവേഴ്സ് എന്ന് പറയുന്നത് എ ട്രാൻസ്പോസ് ആയിരിക്കും. ആൻഡ് ബി ഓർത്തോഗണൽ ആയതുകൊണ്ട് ബി ഇൻവേഴ്സ് എന്ന് പറയുന്നത് ബി ട്രാൻസ്പോസ് ആയിരിക്കും. അപ്പോൾ എ ഇൻവേർട്ടബിൾ ആണ്, ബിയും ഇൻവേർട്ടബിൾ ആണ്. അപ്പോൾ സിൻസ് ബോത്ത് A and B are invertible, A and B are invertible ഷോർട്ട് ആയിട്ട് എഴുതിയതാണ്. ബോത്ത് ആർ രണ്ടും ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് ബോത്ത് ആർ നോൺ സിംഗുലർ എന്ന് പറയാം അല്ലേ? നോൺ സിംഗുലർ. അപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ടു 0 അല്ലേ? ദാറ്റ് ഈസ് ഡിറ്റർമിനന്റ് ഓഫ് എ നോട്ട് ഈക്വൽ ടു 0 ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് ബി നോട്ട് ഈക്വൽ ടു 0. ഇനി എ ബിയും ബി എയും എന്താവണം? നോൺ സിംഗുലർ ആവണം. ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ആദ്യം എ ബിന്റെ ഡിറ്റർമിനന്റ് നോക്കാം. ഹെൻസ് ഡിറ്റർമിനന്റ് ഓഫ് എ ബി, ഡിറ്റർമിനന്റ് പ്രോപ്പർട്ടി വെച്ച് ഡിറ്റർമിനന്റ് ഓഫ് എ ബിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി. ഇത് രണ്ടും നോൺ സീറോ ആണ്. അതുകൊണ്ട് ഇതും എന്തായിരിക്കും? നോൺ സീറോ ആയിരിക്കും. രണ്ടും നോൺ സീറോ കിട്ടിയപ്പോൾ ഡിറ്റർമിനന്റ് ഓഫ് എ ബി നോൺ സീറോ ആയിരിക്കും. അതുപോലെ ഡിറ്റർമിനന്റ് ഓഫ് ബി എയും കാണും. ഡിറ്റർമിനന്റ് ഓഫ് ബി ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ആണ്.
അതും നോൺ സീറോയാണ് ആണല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ദസ് എ ബി ആൻഡ് ബി എ ആർ നോൺ സിംഗുലർ അല്ലെ? രണ്ടും നോൺ സിംഗുലർ ആണ്, ഇൻവേർട്ടിബിൾ ആണ്. നോൺ സിംഗുലർ. അപ്പൊ ഇൻവേർട്ടിബിൾ ആയതുകൊണ്ട് നമുക്ക് അതിന്റെ ഇൻവേഴ്സ് കാണാം. അപ്പം therefore എ ബി ഇൻവേഴ്സ് ആണ്. എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. ഇവിടെ ബി ഇൻവേഴ്സ് എന്താ? ബി ട്രാൻസ്പോസ് ആണ്. എ ഇൻവേഴ്സ് എ ട്രാൻസ്പോസ് ആണ്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ഓൾ ട്രാൻസ്പോസ് എഴുതി കൂടെ? എ ബി ഓൾ ട്രാൻസ്പോസ് നമ്മൾ എങ്ങനെ എഴുതും? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്. അപ്പൊ അതിനെ നേരെ തിരിച്ചിങ്ങനെ എഴുതി. അപ്പൊ നമുക്ക് ആ കണ്ടീഷൻ കിട്ടി. ഇനി അടുത്തത് ബി എയുടെ കേസ്. ബി എ ഇൻവേഴ്സ് കാണാം. അതെന്ന് പറഞ്ഞാൽ എ ഇൻവേഴ്സ് ബി ഇൻവേഴ്സ് ആണ്. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ ട്രാൻസ്പോസ്. ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ട്രാൻസ്പോസ്. ഇതിനെ നമുക്ക് ബി എ ഓൾ ട്രാൻസ്പോസ് എന്ന്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എ ബി ട്രാൻസ്പോസ്. അതുപോലെ ബി എ ഇൻവേഴ്സ് ഈക്വൽ ടു ബി എ ട്രാൻസ്പോസ്. അതെന്താണ്? ഓർത്തോഗണൽ മെട്രിക്സിന്റെ ഡെഫിനിഷൻ ആണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore എ ബി ആൻഡ് ബി എ ആർ ഓർത്തോഗണൽ മെട്രിക്സ് അല്ലെ? അപ്പൊ എ ബി ഇൻവേഴ്സ് എ ബി ട്രാൻസ്പോസ് ആണ് കിട്ടി. ബി എ ഇൻവേഴ്സ് ബി എ ട്രാൻസ്പോസ് ആണ് കിട്ടി. അപ്പൊ എ ബി എന്ന് പറഞ്ഞ മെട്രിക്സും ബി എന്ന് പറഞ്ഞ മെട്രിക്സും ഓർത്തോഗണൽ മെട്രിക്സസ് ആണ് കിട്ടി. ഇത്രയേ ഉള്ളൂ ഇതിന്റെ പ്രൂഫ്. നമുക്കൊരു പ്രോബ്ലം കൂടെ ചെയ്തു നോക്കാം. അടുത്ത പ്രോബ്ലം ഇതാണ്. ഷോ ദാറ്റ് ദ ഡിറ്റർമിനന്റ് ഓഫ് എവരി ഓർത്തോഗണൽ മെട്രിക്സ് ഈസ് പ്ലസ് ഓർ മൈനസ് 1. അപ്പോൾ ഏതൊരു ഓർത്തോഗണൽ മെട്രിക്സ് എടുത്താലും അതിന്റെ ഡിറ്റർമിനന്റ് പ്ലസ് ഓർ മൈനസ് 1 ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് എടുക്കാം, ഓർത്തോഗണൽ ആയിട്ടുള്ള മെട്രിക്സ്. ലെറ്റ് എ ബി ആൻ ഓർത്തോഗണൽ മെട്രിക്സ്. ഓർത്തോഗണൽ മെട്രിക്സ് എടുക്കുക. അപ്പൊ ഓർത്തോഗണൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? എ ഓർത്തോഗണൽ ആയതുകൊണ്ട് ഡെഫിനിഷൻ വെച്ചിട്ട് എ ഓർത്തോഗണൽ ആയതുകൊണ്ട് എ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി ആയിരിക്കും. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാം. രണ്ട് സൈഡിലും ഡിറ്റർമിനന്റ് എടുക്കാം. അപ്പൊ എന്ത് കിട്ടും? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു എ ട്രാൻസ്പോസ് ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് ഐ അല്ലെ? വിച്ച് ഇംപ്ലൈസ് ഇതിനെങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് വിച്ച് ഈസ് ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും അല്ലെ? അപ്പൊ ഇതിന്റെ കാരണം എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് എ ബി എന്ന് പറയുന്നത്, സിൻസ് ഡിറ്റർമിനന്റ് ഓഫ് എ ബി ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ബി ആൻഡ് ഡിറ്റർമിനന്റ് ഓഫ് ഐ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 1 ആയിരിക്കും. ഇതാണ് റീസൺ. ഇനി അടുത്തത്, ഒരു മെട്രിക്സിന്റെ ട്രാൻസ്പോസിന്റെ ഡിറ്റർമിനന്റ് ആ മെട്രിക്സിന്റെ ഡിറ്റർമിനന്റും എന്തായിരിക്കും? സെയിം ആയിരിക്കും. നമ്മൾ പ്രോപ്പർട്ടിയിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് എനോട് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ടു 1 അല്ലെ? സിൻസ് ഡിറ്റർമിനന്റ് ഓഫ് എ ഈക്വൽ ടു ഡിറ്റർമിനന്റ് ഓഫ് എ ട്രാൻസ്പോസ് ആണ്. അപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനന്റ് ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു 1. അപ്പൊ അതിൽ നിന്ന് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് എന്ത് കിട്ടും? ഇതിന്റെ റൂട്ട് 1ന്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 1 അല്ലെ? അപ്പൊ ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത് എപ്പോഴും ഒരു എ എന്ന് പറഞ്ഞാൽ ഓർത്തോഗണൽ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ഡിറ്റർമിനന്റ് എപ്പോഴും പ്ലസ് ഓർ മൈനസ് 1 ആയിരിക്കും. പ്രൂഫ് ആയാലും ജസ്റ്റ് സിമ്പിൾ ആണ്. നമ്മൾ ഡെഫിനിഷൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണത് പ്രൂവ് ചെയ്യുന്നത്.